എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഷെയറുകൾ ഇന്ന് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഷെയറുകൾ. അതിൽ 3 ഷെയർ മാർക്ക് ചെയ്തേക്കുന്ന യെല്ലോ കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന 3 ഷെയറുകൾ ആവറേജ് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാൻ പറ്റുന്നതായിരുന്നു. ഒന്ന് ടീം ലീസ്, അടുത്ത ഒന്ന് ATFL, കോൺകോഡ് ബയോ എന്ന് പറയുന്നത്. ഈ 2 ഷെയർ ആവറേജ് വന്നിട്ടില്ല, അതിന് താഴെ പോകുമായിരുന്നു, പക്ഷേങ്കിൽ ആവറേജ് വരാതെ തന്നെ ഇറങ്ങിപ്പോയി. ഇത് ഏകദേശം അടുത്ത് വരെ വന്നിട്ടാണ് പോയത്, പക്ഷേങ്കിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു ഷെയർ കറക്റ്റ് റേഞ്ച് വന്നിട്ട് താഴെ പോയി. പിന്നെ ഒരു 5-6 ഷെയറിനകത്ത് നമുക്ക് ചാൻസ് ഉണ്ടായിരുന്നു. ഈ ഷെയറിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പം ടീം ലിസ്റ്റിൻ്റെ ആവറേജ് 2969. അപ്പോൾ അത് ചാർട്ടിൽ നമുക്ക് നോക്കാം. ടീം ലിസ്റ്റ് ഇന്നത്തെ ദിവസം അത് കറക്റ്റ് ഇത് കണ്ടില്ലേ, ഈ ബാറിൻ്റെ ഹൈ നോക്കി, ഈ ക്യാൻഡിലിൻ്റെ ഹൈ നോക്കി, ഇവിടെ നോക്കി ഹൈ 296960 കറക്റ്റ് അവിടെ വന്നിട്ട് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. അവിടുന്ന് ഈ ലോ അടിച്ചിട്ടുണ്ട്, 100 രൂപ താഴെ പോയി. കറക്റ്റ് ആ റേഞ്ച് അടിച്ചിട്ട് അതിന് ശേഷം നമുക്ക് നോർമൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചാൻസ് വന്ന ഷെയറുകളായിരുന്നു. ജൂബിലൻറ്റ് ഫാർമ, ഓപ്പണിംഗ് ഇതല്ലേ, ഹൈ അടിച്ചു, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. നമ്മൾ ഈ റേഞ്ചിൽ ഒരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ 531-30 റേഞ്ചിൽ എടുത്തായിരുന്നെങ്കിൽ 1-1.5 മണിക്കൂറിനുള്ളിൽ തന്നെ 510 വരെ വന്ന് ഏകദേശം 20 രൂപ. അതുപോലെ RIIL ഓപ്പണിങ്ങിൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് പ്രീവിയസ് ഡേ ഹൈ അടിച്ചതിന് ശേഷം ഇറങ്ങി. നമ്മളിവിടെ ഒരു 1366 റേഞ്ചിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ 1312 എന്ന് പറയുമ്പോൾ ഏകദേശം 38-40 രൂപ പ്രോഫിറ്റ് അതിൽ കാണിക്കുന്നുണ്ട്. വീണ്ടും ഇത് തിരിച്ച് മുകളിൽ പോയി തിരിച്ചിറങ്ങുന്ന സമയം നമ്മൾ എൻട്രി എടുത്താൽ ഇവിടുന്ന് വീണ്ടും നല്ല പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് 1366 എന്ന ഏകദേശം 1336 30 രൂപയ്ക്ക് അടുത്ത് വീണ്ടും കാണിക്കുന്നുണ്ട് പ്രോഫിറ്റ്. അതിന് ശേഷം ഭാഗ്യനഗർ എന്ന് പറയുന്ന ഷെയർ, ഭാഗ്യനഗർ ഓപ്പണിങ്ങിൽ R2 മുകളിലായിരുന്നു. R2 താഴെ ഇറങ്ങി ഇവിടെ ഒരു 92 റേഞ്ചിൽ എൻട്രി എടുത്തായിരുന്നെങ്കിൽ 85, അതിനുശേഷം 83, ഏകദേശം 12 രൂപ അത്രയും ചെറിയ ഷെയർ ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പോലും മുകളിൽ പോയിട്ടില്ല. ഞാനീ പറയുന്ന ഷെയറൊക്കെ അതിന് ശേഷം ഹൈ അടിച്ചിട്ടില്ല. അതിനുശേഷം HOVS എന്ന് പറയുന്ന ഷെയർ, HOVS ഇതടിച്ചില്ല, R1 അടിക്കാതെ R1 അടുത്ത് വരെ വന്നിട്ട് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ നിന്ന് താഴെ പോയി. ഇവിടെ വരുമ്പോൾ നമ്മളൊരു എൻട്രി എടുത്താൽ 92-70 എടുത്താൽ ഏകദേശം 87, ഏകദേശം 4-5 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ചാൻസ് തന്നത് IRCTC ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ എന്നിട്ട് താഴോട്ട് പോയി. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്ത് മുകളിൽ പോയി. നമുക്ക് ഈ റേഞ്ച് ഇതിൻ്റെ ഈ പ്രീവിയസ് ഡേ ഹൈ 89-90, അതിപ്പോൾ അവിടുന്ന് കട്ട് ചെയ്യുമ്പം 10 രൂപ ഇവിടെ തരുന്നുണ്ട്. വീണ്ടും അതിന് മുകളിൽ പോയി, വീണ്ടും അതിന് ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ കട്ട് വീണ്ടും 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇതിൽ എൻട്രി ഈ റേഞ്ചിൽ തുടങ്ങി, ഈ റേഞ്ചിൽ. അതിന് കാരണം ഒരു ഹൈ അടിച്ചതിന് ശേഷം പിന്നീട് ഇത് ഒരേ ലെവലിലാണ് പോകുന്നത്. അപ്പം പിന്നെ മുകളിലോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ റേഞ്ചിൽ എൻട്രി എടുത്ത് പല പ്രാവശ്യമായിട്ട് പല ട്രേഡ് എടുത്ത് നല്ല രീതിയിൽ അതിനകത്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട്
പിന്നീട് സൂര്യറോഷ്നിയൊക്കെ സൂര്യറോഷ്നിക്കകത്ത് തന്നെ ഇവിടെ ഒരു എൻട്രി നമുക്ക് എടുക്കും. പക്ഷേങ്കിൽ 7562 റേഞ്ചിൽ നമ്മളെടുത്താൽ 65 3 സ്റ്റോപ്പ് ലോസ് നമ്മുടെ പോവും. അതിനുശേഷം ഇവിടെ കട്ടായി, പക്ഷേങ്കിൽ ഇവിടെ നമുക്കൊന്നും ചാൻസ് ഇല്ല. ഇവിടെ ജസ്റ്റ് കട്ടാകുന്നുണ്ട്, പക്ഷേങ്കിൽ പിന്നീട് അത് ഹൈ അടിക്കുന്നില്ല, മൂവ്മെൻ്റ് ഇല്ലാതെ നിൽക്കുമായിരുന്നു, ചെറിയ മൂവ്മെൻറ്റ് നിൽക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ ഈ സയൻ്റ് എന്ന് പറഞ്ഞ ഷെയർ നല്ലൊരു ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. സയൻ്റ് R1 പോയില്ല, പ്രീവിയസ് ഡേ ലോ അടിച്ച് ഇവിടുന്ന് ഒരു 225453 റേഞ്ച് ചെയ്യുന്ന 2205 റേഞ്ചിലോട്ട് വരുവാണ്. അപ്പോൾ 50 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതും കാണിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്കൊരു നോക്കിയിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രേഡിങ്ങിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നമുക്കിനി നാളത്തെ ഷെയറുകൾ നോക്കാം. ഇതാണ് നാളത്തെ എടുത്ത് വെച്ചേക്കുന്നത്. ഇതിലൊരു മൈനസ് ഷെയറുണ്ട്, മൈനസിൽ പോയ ഷെയറുണ്ട്. ഇത് കണ്ടിട്ട് വീക്ക്നെസ് നല്ല രീതിയിൽ കാണിക്കുന്നുള്ളതുകൊണ്ട് എടുത്താൽ അത് നമുക്കൊരു ആവറേജ് വന്ന് തിരിയുന്നതാണ്, നമുക്ക് ചാൻസ് എടുക്കാം. ബാക്കിയുള്ള ഷെയറിനകത്തെല്ലാം നമുക്ക് ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുകയോ അതല്ല എങ്കിൽ R1 R2 ഏത് റേഞ്ചാണോ പോയിട്ട് ഇറങ്ങുന്നത് ആ റേഞ്ചിൽ നിന്ന് നമുക്ക് ചാൻസ് എടുക്കാം. 17 ഷെയറുകളുണ്ട്. അപ്പോൾ ഈ ഷെയറുകൾ നോക്കി നല്ല രീതിയിൽ ട്രേഡ് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ നാളെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.